പണ്ട് കമ്മ്യൂണിസത്തിൽ എന്തായിരുന്നു അറിയോ, ഈവൻ സിനിമാക്കാരുടെ ഇടയിലും കമ്മ്യൂണിസം പറയുന്ന സെലിബ്രിറ്റി മോഹങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ അത് കൂടുതലായിട്ടുള്ളത് സംഘപരിവാറിനും BJPക്കുമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്ക് വേടൻ ഒരു നല്ല ടൂളാണ്. അപ്പൊ ഇവര് വേടനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ സർക്കാർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രിവിലേജ് ആര് നന്നായി യൂസ് ചെയ്യുന്നുണ്ട്, വേടൻ നന്നായി യൂസും ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ജാതിയുടെ രാഷ്ട്രീയം, മതത്തിന്റെ രാഷ്ട്രീയം, നിറത്തിന്റെ രാഷ്ട്രീയം വേണ്ട. ഇന്ന് ഈ കല്യാണത്തിന് വന്ന ഒരു കോമൺ കമന്റ് ഉണ്ട്, കല്യാണം നടന്ന സമയത്ത് തന്നെ എന്താ പറയാ, രാഷ്ട്രീയം അനൗൺസ് ചെയ്യുന്ന പോലെ MV ഗോവിന്ദൻ മാഷ് അനൗൺസ് ചെയ്തു. അപ്പൊ മൊത്തത്തിലൊരു എന്താ പറയാ, പ്രിവിലേജ് ഫ്രം ദ സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്നും കിട്ടുന്നുണ്ട്. പിന്നെ അയാൾ അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴായിട്ട്. പല വിമൺ ആക്ടിവിസ്റ്റുകളുടെയും ഒരു ഉണ്ട്. ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ഒരു ഇഷ്ടം പോലെ വട്ടം എന്താ പറയാ, എന്നുടൽ അണ്ണനിക്ക് ഉയരണ്ണനിക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ട് ശ്രീലക്ഷ്മി അറക്കലൊക്കെ അങ്ങനെയാ. പാണ്ടിപ്പടയിലെ മറ്റേ പാണ്ടിപ്പട പോലെയാ, ഉയരണ്ണനിക്ക് ഉടലണ്ണനിക്ക് എന്ന് പറഞ്ഞ പോലത്തെ സപ്പോർട്ടാ. അല്ലാതെ അവിടെ വിക്ടിമിന് എന്താ പറയാനുള്ളത്, അതിന്റെ മോഡസ്. ഇപ്പൊ ഷിംജിതയുടെ കേസ് വന്നപ്പോ ഷിംജിതയ്ക്ക് അടിമുടി പോയി സപ്പോർട്ട് കൊടുത്ത ശ്രീലക്ഷ്മി അറക്കല് വേടൻ സ്വന്തം സുഹൃത്താണ്, മനസ്സിലായോ? ആ സുഹൃത്ത് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ത്രീകളെ ഇതേ ഒരു പ്രിഡേറ്റർ മൈൻഡ് സെറ്റിൽ അപ്രോച്ച് ചെയ്ത് മോശമായ രീതിയിൽ വാഗ്ദാനം കൊടുത്ത് പീഡനം നടത്തി എന്ന് പറയുമ്പോ അവിടെ വിക്ടിമിന് എന്ത് കേൾക്കണം എന്നൊക്കെ അത് കേൾക്കുന്നതിനുപരി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് ആ വിക്ടിംസ് എല്ലാം കൂട്ടമായി ചേർന്ന് കാൽക്കുലേറ്റഡ് ആയിട്ട് ഇവനെ തകർക്കാൻ നോക്കുകയാണെന്നുള്ള ഒരു സ്ഥിരം രാഹുൽ ഈശ്വർ ലൈനിലേക്കൊക്കെയാണ് ആര് പോകുന്നത്, ഇവര് പോണത്. അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് തോന്നില്ലേ. പിന്നെ ശരിക്കും ഇപ്പൊ ഈ സ്ത്രീകൾക്ക് ഒരുപാട് സ്പോക്ക് പേഴ്സൺസ് ഉണ്ടല്ലോ, അതുപോലെ പുരുഷന്മാർക്ക് അങ്ങനെ വാലിഡ് ആയിട്ട് കറക്റ്റായിട്ട് പറയാൻ ആരുമില്ല. അങ്ങനെ ഒരു ആരുമില്ല. നാദിനില്ല കളരിയാണ് പിന്നെ ഡെഫിനറ്റ്ലി. കാരണം എല്ലാവർക്കും ഒരു മോട്ടീവ് ഉണ്ട്. ഇവിടെ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ആദ്യത്തെ മറ്റേ ചങ്ങായി വട്ടിയൂർക്കാവ് അജിത് കുമാർ, മറ്റേ സ്ത്രീ പുരുഷ മെൻസ് അസോസിയേഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ചങ്ങായി, അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു മോട്ടീവ് ഉണ്ട്, മനസ്സിലായോ? അതായത് അതിൽ നിന്ന് കുറച്ച് കാശ് ഉണ്ടാക്കണം, അതിന്റെ തലപ്പത്ത് വന്ന് കുറച്ച് ആൾക്കാരെ തീർക്കണം, എന്തിന് സ്വന്തം ഭാര്യയും അമ്മേനെയും വരെ ഇല്ലാതാക്കണം എന്നൊക്കെയുള്ള ഒരു മോട്ടീവ് ഉള്ള ഒരാള്. ഇപ്പോഴത്തെ രാഹുൽ ഈശ്വറിനെ നോക്കുമ്പോൾ രാഹുൽ ഈശ്വറിന് ഹൈലി സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളെ കേസ് മാത്രം മതി, അല്ലാത്ത കേസുകളിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല. ഇപ്പൊ ഇതൊരു കമ്മീഷനാക്കി മാറ്റി ഇതിൽ നാളെ ഒരു പുരുഷ കമ്മീഷൻ വന്നാൽ അതിന്റെ തലപ്പത്ത് വന്നാൽ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോ അത് മാത്രം കണ്ടുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇറങ്ങുന്ന സമയത്ത് നമുക്കത് ഒട്ടും, എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. എപ്പോഴും ഒരു തരം എന്താ പറയാ, സെൽഫ്ലെസ് എന്ന് പറയാൻ പറ്റില്ല. ഒക്കെ അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾക്കും ഇതിനൊക്കെ വേണ്ടി നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള പിന്നെ ഞാൻ പറയാം, പുരുഷനോ സ്ത്രീക്കോ സംസാരിക്കാൻ എന്തിനാണ് ഇപ്പൊ വേറൊരു കൂട്ടം ആളുകളുടെ മുഖവും സംസാരം സോഷ്യൽ മീഡിയ ഇല്ലേ. എനിക്ക് എന്തെങ്കിലും സംസാരിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, സംഭവിച്ചു കഴിഞ്ഞാൽ. നാളെ അതേപോലെ എല്ലാവരും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ സീനൊന്നുമില്ല. പിന്നെ നിയമമുണ്ട്, കോടതി ഉണ്ട്, അങ്ങനെയും പോവാം. ഈ വേടന്റെ കല്യാണത്തിന് റിയാക്ട് ചെയ്യുമ്പോ അതിന്റെ കമന്റ്സ് ഓരോന്നോരോന്നായിട്ട് വായിച്ച് റിയാക്ട് ചെയ്യാം. അതില് സീക്രട്ട് ഏജന്റ് കണ്ട ഒരു ക്യാച്ച് എന്തായിരുന്നു? കണ്ടന്റ് ക്യാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ ആലോചിച്ചത്, ഇതിലൊരു സംഘപരിവാറിൻ്റെതായിട്ടുള്ള കടന്നു കയറിയിട്ടുള്ള ഒരു ആക്രമണം വേടന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് വേടൻ ആക്രമിക്കുന്നതിന് പകരം വേടന്റെ കല്യാണം കഴിച്ച പെൺകുട്ടി നവമി, അവരെ കയറി അവര് നിറം പറഞ്ഞ് ആക്രമിക്കുക. അതായത് കറുപ്പിനെ കുറിച്ച് പറയുന്നവൻ എന്തിനാടാ വെളുത്ത പെണ്ണ്, അങ്ങനെ ഒരു തരം വൃത്തികേട് ഉയർന്ന ജാതിയാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുക. അതുപോലെ ഇത് 10 ദിവസമേ നിൽക്കൂ, ഇത് 5 ദിവസമേ നിൽക്കൂ, അങ്ങനത്തെ മറ്റേ കണിയാന്മാര് മറ്റേ ജോത്സ്യന്മാര് പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെ ഇരുന്ന് പ്രഡിക്റ്റ് ചെയ്യുക. അത് പ്രഡിക്ഷൻ അല്ല, പ്രാക്കാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഭരണഘടനയെ സാക്ഷിയാക്കി കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോ ഇതേ ഭരണഘടനയ്ക്കെതിരെയല്ലടാ നീ സ്ത്രീകളെ, ആ ചോദ്യം ഈസ് സംവാട്ട് എന്താണ്, ഒരു രോഷത്തിൽ നിന്ന് വരുന്നതാണ്, ഒരു ദേഷ്യത്തിൽ നിന്ന് വരുന്നത്. അതിനൊരു റെലവൻസ് സംഗതി നമുക്ക് വെക്കാൻ പറ്റും. പക്ഷെ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെ വെക്കാൻ പറ്റും? ആ കാര്യം ഒരാളെ കല്യാണം കഴിഞ്ഞിട്ട്, ഇപ്പൊ ഈ കമന്റ് ഇട്ടവന്റെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിനോ അല്ലെങ്കിൽ അവന്റെ അടുത്തൊരു ഡേയിലോ അവനൊരു ഒഴിവ് പോലെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാണ്. നാട്ടുകാരെല്ലാരും കൂടി വന്നിട്ട്, കുടുംബക്കാരും വന്നിട്ട് തൊലഞ്ഞു പോട്ടെ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമുണ്ടോ?
ഈ ശരിക്കും ഈ ആളുകളെ കളിയാക്കിയും പലപ്പോഴൊക്കെ പ്രശംസിച്ചിട്ടും ഒക്കെ ഈ അരിയണ്ണൻ എന്ന് വിളിക്കുമ്പോ അത് അതേ സ്പിരിറ്റോടുകൂടി ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ തന്നെ ഇട്ട് കൊടുത്ത പേരല്ലേ, അപ്പൊ പിന്നെ ഞാൻ ആ സ്പിരിറ്റിൽ ഉൾക്കൊള്ളണ്ടേ പറ്റൂ. ഞാൻ തന്നെ ഇട്ട് കൊടുത്ത പേരാ, ഞാൻ അരിക്ക് വേണ്ടി. ഞാൻ നോക്കുമ്പോ എന്താ അറിയോ, സോഷ്യൽ മീഡിയ എല്ലാ നന്മമരങ്ങള് ഞാൻ നോക്കുമ്പോ എല്ലാരും വന്ന് പറയുന്നത് അവരെന്തോ ചാരിറ്റി ചെയ്യുന്ന പോലെ വീഡിയോ ചെയ്യുന്നേ, അല്ലെങ്കിൽ വേറെ എന്താ പറയാ, അവര് നന്മയ്ക്കും സന്തോഷത്തിനും എല്ലാം മഹാബലിയിലായിരുന്നു. സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നു, ബാക്കിയുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നു. എൻഡ് ഓഫ് ദ ഡേ ഇന്ന് മോണിറ്റൈസ്ഡ് ആയിട്ട് എമൗണ്ട്, ഞാൻ എന്റെ റവന്യൂ ഒക്കെ തുറന്നു പറഞ്ഞ ആളാ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇതൊന്നും പറയുന്നില്ല. കാണുന്ന പ്രേക്ഷകന് ഇത് അറിയണ്ടേ, കാരണം ഇവന്റെ ഡാറ്റ കളഞ്ഞിട്ടല്ലേ നമുക്ക് ഈ പറഞ്ഞ വ്യൂവർഷിപ്പ് വരുന്നേ, അതിനാണ് നമുക്ക് എമൗണ്ട് വരുന്നേ. ഞാൻ നോക്കുമ്പോ ദാറ്റ്സ് ഗുഡ് പറഞ്ഞപ്പോ എന്താ പ്രശ്നം, ഞാൻ അരിക്ക് വേണ്ടി ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, അതുകൊണ്ട് ഇനി ഞങ്ങൾ അരിയണ്ണെന്നോ എന്ത് കോപ്പ് വേണമെങ്കിൽ വിളിച്ചോ, എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഈ അരിയണ്ണൻ എന്നുള്ളൊരു ഡയറക്ടറായിട്ടുള്ള വാക്കൊക്കെ വെച്ച് അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുമ്പോഴേ ശരിക്കും സീക്രട്ട് മുഴുവനും പൈസക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു അങ്ങനെ ഒരു എല്ലാരും പൈസക്ക് വേണ്ടിട്ടല്ലേ, ആരാ പൈസക്ക് വേണ്ടി അല്ലാതെ ഈ ഞാൻ എന്നോട് തിരിച്ച് നീ പൈസക്ക് വേണ്ടിട്ടല്ലാന്ന് ചോദിക്കുന്നവൻ പൈസക്ക് അല്ലാതെ എന്തെങ്കിലും കാര്യം ചെയ്യാറുണ്ടോ? ശരി, നന്മ ചെയ്താലടക്കം പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്നൊരു അത് ആഡഡ് ബോണസ് അല്ല, അത് എടുക്കുന്നവന് എടുക്കാം, സെൻസ് ഉള്ളവന് അത് എടുക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ഒരിക്കലും വന്ന് ക്ലെയിം ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത വീഡിയോ എന്നുള്ള ഔട്ട്പുട്ട്സ് ഒന്നും. ഇഷ്ടംപോലെ വീഡിയോ, ഇഷ്ടംപോലെ ഔട്ട്പുട്ട്സ് ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല പല കേസിന്റെ ഭാഗമായിട്ട് എന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർ വിളിപ്പിച്ചിട്ടുണ്ട്. പല കാര്യത്തിലും ഞാൻ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മൊഴി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാറില്ല, ഇതൊന്നും എടുത്തു കൊടുന്ന് വെച്ചിട്ട് ഇതിന്റെ ക്രെഡിറ്റ് ആണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാറില്ല, എടുത്ത് പിടിച്ച് അടിക്കാറില്ല. എനിക്ക് ആ കണ്ടന്റ് ചെയ്തു, അത് നാട്ടുകാരെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അത് അറിയിച്ചു. അതിൽ എന്റെ POV, എന്റെ പോയിന്റ് ഓഫ് വ്യൂ പ്രസന്റ് ചെയ്തു, ഞാൻ പോയി, അത്രേ ഉള്ളൂ. അതൊന്നിപ്പോ ഇനി അരി വാങ്ങാനാണെങ്കിൽ അരി വാങ്ങുന്നത് എന്ത് വേണമെങ്കിൽ വിചാരിച്ചു, എനിക്ക് കുഴപ്പമുള്ള കാര്യം, ഐ ഡോണ്ട് മൈൻഡ് എന്നുള്ള മാതിരി ഞാനോട് പോകും. അപ്പോൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ഏറ്റവും ഹാർട്ട് വാമിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഉണ്ണി മുകുന്ദനും സായും കൂടി സംസാരിക്കുന്നു ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ എന്നുള്ളത്. അതായത് രണ്ടഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ഈഗോയൊക്കെ മാറ്റിവെച്ച് അവർ തമ്മിലുള്ള സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പെരുമാറുന്നത് ഒരു കാഴ്ചയായിട്ട് എനിക്ക് കണ്ടത്. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ദ ലവ് ഫോർ ക്രിക്കറ്റ് അതും ആ വീഡിയോയിൽ ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു. ഇപ്പൊ മൊത്തം ഒന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല എന്നറിയാം, എന്നാലും എന്താണ് ഉണ്ണിമുകുന്ദനായിട്ട് സായി സംസാരിച്ചത്? ഇല്ല, പഴയ അന്നുണ്ടായ കാര്യങ്ങളിൽ ഉണ്ടായ സംഭവങ്ങള് ക്ലാരിറ്റി വരുത്തി അത്രേ ഉള്ളൂ. പിന്നെ ഇടയിൽ കളിച്ച കുറച്ച് ആൾക്കാര് അങ്ങനെ പോയി. അന്ന് ഇടയിൽ കളിച്ച ആളുകൾ ഉണ്ടായിരുന്നു പോലെ 1-2 ആൾക്കാർ. അല്ല, അവരെന്നെ പിന്നെ ഉണ്ണിമുകുന്ദന്റെ ജീവിതത്തിൽ പിന്നെയും കളിച്ചു. ഓക്കെ വ്യക്തമായി. അങ്ങനെ കുറച്ച് കൊട്ടേഷൻ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അതായത് സായിക്കെതിരെ എനിക്കെതിരെ. അങ്ങനെ അയാളെ മാനിപ്പുലേറ്റ് ചെയ്തു, അതുപോലെ ഇപ്പുറത്ത് ഇനിയും മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി. ഭയമൊന്നുമില്ലേ ജീവന്? എന്ത് ഭയം, എന്തായാലും മരിക്കും. അല്ല, ഒന്നാമത് ഞാൻ പറഞ്ഞ എനിക്ക് ലൈഫിൽ ഇപ്പോ സ്നേഹമുണ്ട്. സ്നേഹനോടാണെങ്കിലും ഇപ്പൊ ഞാൻ പോയി പറയണം, സ്നേഹം ഞാൻ ഇപ്പൊ നാളെ മരിച്ചു പോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമം കാണും ഓബിയസ്ലി. അല്ലാതെ സ്നേഹക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച വല്ല ബേർഡൻ എടുത്ത് തലയിൽ കൊണ്ടുപോയി ചുമന്ന് നടക്കേണ്ട കാര്യമൊന്നുമില്ല. കടബാധ്യത മാത്രമല്ല, ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച വേറെ വിഷമങ്ങളൊന്നും ഇല്ല സ്നേഹക്ക്. സ്നേഹക്ക് ഇപ്പൊ ഈ മനുഷ്യനാണ്, മറക്കാനുള്ള കഴിവുണ്ട്. ഞാൻ മരിച്ചാലും ചിലപ്പോൾ ഓർമ്മകൾ ഉണ്ടാവും, കുറച്ച് ദിവസം അത് ഹോണ്ട് ചെയ്യും, അത് കഴിഞ്ഞാൽ അവളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവാ. വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെയുള്ള ഡോഗ്സ് ആണ്, അവരോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. മേ ബി അവർക്ക് ഈ പറഞ്ഞ പോലെ മനുഷ്യന്മാരെ പോലെ അല്ലല്ലോ, മറക്കാൻ ശേഷം പാടായിരിക്കും. അവർക്കുള്ള ചിലപ്പോൾ ഒരു വിഷമം കാണുമായിരിക്കും. അല്ലാതെ പിന്നെ എനിക്ക് അങ്ങനെ എൻ്റെ മരണം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി എന്നൊരു ഫീലിംഗ് ഒന്നും എനിക്കതൊരു തോന്നി. ഇപ്പം അങ്ങനെയാണോ നമുക്ക് മരണത്തെ പേടിക്കുക? നമ്മളെപ്പോഴാണ് മരണത്തെ പേടിക്കുക? ഞാൻ എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞു, എനിക്ക് മരണത്തിനെ പേടിയാവുക എപ്പോഴാച്ചെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നാളെ അവരെന്ത് ചെയ്യും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, അത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ശരിക്കും മരണം നമുക്ക് പേടിയാവുക. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല. ഞാൻ ഇല്ലാതായാലും അല്ലെങ്കിൽ ഞാൻ മരിച്ചാലും പ്രത്യേകിച്ച് എൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആർക്കും ഒരു ഇമ്പാക്ട് ഉണ്ടാകാൻ പോണില്ല. അപ്പൊ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, മരിച്ചു.